ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കേൾക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. വചനത്തിന് എന്നെയും നിങ്ങളെയും സഹായിക്കാൻ പറ്റും. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. നമുക്കറിയാം, ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന ലോകമല്ല. ആരെ വിശ്വസിക്കും? വിശ്വസിച്ച പലരും ഇന്ന് വലിയ കെണിപ്പെട്ടിരിക്കുകയാണ്. ആരിൽ ആശ്രയിക്കും? പലരിലും ആശ്രയിച്ചിട്ട് പൈസ കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നവരും, കച്ചവടം നടത്തി കുടുങ്ങിയവരും, പലരുടെയും വാക്ക് കേട്ട് ഇന്ന് വലിയ കുഴിപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ലോകമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആരോടൊന്നും പറയാൻ പറ്റില്ല, ഏത് വഴിയാ പാര വരുന്നതെന്നറിയില്ല, ആരാ നമ്മളെ ചതിച്ച് അടിവലിക്കുന്നത്, നമ്മളെ ചതിക്കുന്നത്, നമ്മളെ വീഴ്ത്തുന്നത്, ആർക്കും ഒന്നും അറിയാത്തൊരു ലോകത്തിൽ ദൈവവചനത്തിന് എന്നെയും നിങ്ങളെയും സഹായിക്കാൻ പറ്റും. കാരണം വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവവചനത്തെക്കുറിച്ച് പറയുവാണ്. ദൈവവചനം നടന്നു പോകുമ്പോൾ പാദങ്ങൾക്ക് വിളക്ക്, വഴികളിൽ പ്രകാശം. ഇവിടെ ഒരു സഹോദരൻ ഒരു പ്രാവശ്യം എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് എടപ്പള്ളി പള്ളിയിൽ പോയി ഇരുന്നതിന് ശേഷം എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക് നടന്നു നീങ്ങി ട്രെയിൻ പാളത്തിലേക്ക് വീണ് ട്രെയിൻ വരുമ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ച ഒരു വയനാട്ടുകാരൻ. അദ്ദേഹം എടപ്പള്ളി പള്ളിയിൽ പോയി കുറേ നേരം ഇരുന്നിട്ടും അതൊന്നും ആശ്വാസം കിട്ടാതെ നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങ് പോയി. പൈസ കൊടുത്ത് അവിടെ ആളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പാളത്തിലൂടെ തന്നെ നടന്നപ്പം അദ്ദേഹത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ ഒരു തോന്നൽ. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആരുമില്ല, വലിയ താമസമില്ലാണ്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ട്രെയിൻ വന്നു പോകുന്ന തിരക്കുള്ള സമയം, ട്രെയിൻ നല്ല സ്പീഡിൽ വരുന്ന സ്ഥലത്തേക്ക് രണ്ടും കൽപ്പിച്ച് ചാടുക, മരിക്കുക തീരുമാനിച്ചു. ചുമ്മാതെ എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഉടനെ ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോയതാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്, നീ ഒന്നും കൂടെ എടപ്പള്ളി പള്ളിയിലേക്ക് പോ. അതവിടെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് അദ്ദേഹം പറഞ്ഞ പള്ളി എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ പോയി ആ പള്ളിയുടെ എവിടെയെങ്കിലും ഒരു ബൈബിൾ ഇരിപ്പുണ്ടാവും, എവിടെയെങ്കിലും പള്ളിയിൽ ഒരു ബൈബിൾ ഉണ്ടാവുമല്ലോ, നീ അതെടുത്ത് വായിച്ചിട്ട് നീ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അയാൾ ആ വാക്ക് കേട്ട് നടന്നു വന്ന് വീണ്ടും ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറി. എന്തിനാ കുറേ പൈസ? ഞാൻ ജീവിതം തീർക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് നല്ല പൈസയും കൊടുത്ത് അവിടെ നിന്ന് പോയി. ബസ് ഇഷ്ടം പോലെ സ്ഥലമാണ്, എന്നാലും ഓട്ടോറിക്ഷയ്ക്ക് പോയി അവിടെ ഇറങ്ങി ആ പള്ളിയിൽ പോയിരുന്ന് തപ്പിപ്പിടിച്ച് അവിടെ നിന്നൊരു ബൈബിൾ എടുത്ത് കുറച്ച് നേരം അവിടെ നിലത്ത് ചമ്പ്രം മടഞ്ഞിരുന്ന് വായിച്ചു. വചനം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ജീവൻ കിട്ടിയ പോലെ, എടുത്ത തീരുമാനം മണ്ടത്തരമാണെന്ന് തോന്നിയ പോലെ അദ്ദേഹം തിരിച്ച് ഈ നിങ്ങൾ മുറ്റത്ത് നിൽക്കുന്ന ആ വലിയ ഒരു കമ്പിയുണ്ട് പന്തലിട്ടല്ല, അതേ പിടിച്ച് പുള്ളി ഒരു ദിവസം, ഇവിടെ പ്രാർത്ഥനയില്ലാത്തൊരു ദിവസം വന്ന് അതേ പിടിച്ചിങ്ങനെ നിന്ന്. എൻ്റെ ജീവിതം ഇരുട്ടായിപ്പോയ സമയത്ത് ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമായി വന്നു. അതുകൊണ്ട് ഞാൻ മരിച്ചില്ല, ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഈ അടുത്ത കാലത്തൊരു ജോലി കിട്ടിയിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവവചനം എത്ര തിരക്കുണ്ട്, ബിസിനസ്സിൻ്റെ തിരക്കുണ്ട്, കാപ്പി ചോട് തെളിക്കുന്നതിൻ്റെ എല്ലാം തിരക്കിൻ്റെ തിരക്കാണ്. ദൈവവചനത്തിൽ കേൾക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം വേറെ എവിടെയും കിട്ടത്തില്ല. ഇനി നോക്കിക്കേ, ഈ ലോകത്തിൽ ആർക്കാ തെറ്റുപറ്റിയത്, ആർക്കാ ചതിവ് പറ്റിയത്, ആരാ പൊട്ടിപ്പൊളിഞ്ഞു പോയത്? ദൈവവചനത്തിൻ്റെ വെളിച്ചവും പ്രകാശവും ഇല്ലാത്തവർക്കാണ് തെറ്റുപറ്റിപ്പോയിട്ടുള്ളത്. ദൈവവചനം പാദങ്ങൾക്ക് വിളക്ക്, വഴികളിൽ പ്രകാശം. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇത് രണ്ടും വിളക്കും വെളിച്ചവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും വില അറിയണമെങ്കിൽ ഇരുട്ട് വേണം. ഇപ്പോൾ വിളക്ക് എന്തിനാ, വെളിച്ചം എന്തിനാ നമ്മൾ ചിന്തിക്കും. രാത്രിയാകുമ്പോഴാണ് വെളിച്ചത്തിൻ്റെയും വിളക്കിൻ്റെയും ആവശ്യം. എന്താ രാത്രി? അതായത് ശിഷ്യന്മാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോയപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ അവിടെ വന്നു എന്ന്. ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുടെ ഒരു 4-ാം യാമം വരും.
കടബാധ്യത, കടം കൊണ്ട് മൂടിക്കെട്ടി, ഇരുട്ട്, എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം, എവിടെയാ കുഴി, ആരെ വിശ്വസിക്കും? ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ദൈവവചനം പറയുക, ദൈവവചനം പാദങ്ങൾക്ക് വിളക്കാവും. എന്താ ചെയ്യേണ്ടതെന്ന് ആ വെളിച്ചം പറഞ്ഞു തരും. അങ്ങോട്ട് നീങ്ങ്. സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റവും വിടുതലും ഉണ്ടായത് യേശുവിനെ കണ്ടപ്പോഴും യേശുവിനെ കേട്ടപ്പോഴും ശേഷം മാത്രമാണ്. ഹല്ലേലൂയ. സമറിയാക്കാരി സ്ത്രീയുടെ ഇരുട്ടായിപ്പോയ ജീവിതം, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു വിടുതലും ഉണ്ടായത് പുറത്ത് 10 പേരെ കണ്ടപ്പോഴല്ല, ബിസിനസ് ചെയ്ത് നടന്നപ്പോഴല്ല, യേശുവിനെ കണ്ടു, യേശുവിനെ കേട്ടു, ജീവിതത്തിൽ മാറ്റവും വിടുതലും ആ സമയത്ത് ലഭിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വചനം കേട്ട് ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ തരത്തിൽ സഹായിക്കാൻ തുടങ്ങും. ഏതു വലിയ കുഴിയിൽ നിന്നും ദൈവം രക്ഷിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു വചനം, ഒരു കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ചിന്തിച്ചു. ഇത്രയും ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പിശാച് പോകാത്ത എന്ന് ഞാൻ ചിന്തിച്ചു. പിശാച് പോകുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. ധ്യാനം കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടും ചില പ്രശ്നങ്ങളുടെ കുരുക്കുകൾ അഴിയുന്നില്ല, ചില കാര്യങ്ങൾക്ക് തീരുമാനമില്ല, പിശാച് പോകുന്നില്ല. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പിശാച് എന്നെ തോക്കാത്തെ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പിശാച് എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത, ഒഴിയാപാത പോലെ കൂടിയിരിക്കുന്നത്. ചില ആൾക്കാർ എന്നാ പറഞ്ഞാലും പറയും അത് പിശാചാ, ഇത് പിശാചാ, അത് പിശാചിൻ്റെ കാരണം കൊണ്ടാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ പിശാച് നിസ്സാരക്കാരനല്ല താനും. കാരണം പിള്ളേര് കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കുന്ന, പിശാച് തട്ടിക്കളിക്കുന്ന ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം പിശാചല്ല, പക്ഷെ പിശാച് നിസ്സാരക്കാരനല്ല താനും. ഒത്തിരി കുടുംബങ്ങളെ പന്ത് തട്ടുന്ന പോലെ, പിള്ളേർ കളിക്കുന്നത് പോലെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തട്ടിക്കളിക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നു, പിശാച് നിസ്സാരക്കാരനല്ല. എന്നാൽ പിശാച് എല്ലാം പിശാചല്ല താനും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ പിശാച് പ്രലോഭനം കൊടുത്ത് കൂടി കല്ലപ്പമാക്ക്, താഴേക്ക് ചാട്, ഇങ്ങനെ പ്രലോഭനങ്ങൾ കൊടുത്തു. അതിനുശേഷം അവസാനം എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ഒന്നും നടക്കാതെ വന്നപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. എപ്പോഴാണ് വിട്ടുപോയത്? ദൈവവചനം യേശു നാവിലൂടെ പറഞ്ഞു, പഴയ നിയമം. അപ്പോൾ പിശാച് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വചനം നിറയുമ്പോൾ എന്നിൽ കടന്നുകൂടിയ പിശാച് വിട്ടുപോകും. അല്ലാതെ ഒരു വഴിയിൽ ഈ തിന്മ വിട്ടുപോകത്തില്ല. വചനം കൊണ്ട് പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ വചനം നിറയണം. 100 രൂപ ഉള്ള ഒരുത്തനെ 10 രൂപ വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ. 100 രൂപ ഉണ്ടെങ്കിലേ 50 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ വചനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ ചില ശക്തികളെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു, പിശാച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം, പിശാച് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. പിശാച് വിട്ടുപോകാത്തതിനുള്ള കാരണം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ച് നിങ്ങളെ പഠിപ്പിക്കാം. അതാണ് റോമാലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് ഇത്രയും സ്തുതിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചു? എന്തുകൊണ്ട് പിശാച് എന്നിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് പോകുന്നില്ല? പിശാച് പോകണമെങ്കിൽ എന്തു വേണം? ബൈബിൾ പഠിപ്പിക്കുന്നു. റോമ 6:16, നിങ്ങൾ അനുസരണയുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നും കൂടെ കേട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും, നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളെ തന്നെ സമർപ്പിക്കും. പാപത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, എൻ്റെ ശരീരം പാപത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആ പാപത്തിൻ്റെ അടിമകളാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒന്നും കൂടെ കേട്ടെ. ഒന്നുകിൽ
മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ ആത്മാവ്, അനുസരണത്തിൻ്റെ ദൈവത്തിൻ്റെ വിധേയത്വമുള്ള അവസ്ഥ. ഹല്ലേലൂയ. അതായത് ഏതെങ്കിലും ഒരു പാപത്തിന് നമ്മളെ തന്നെ കൊടുത്താൽ നമ്മൾ ആ പാപത്തിൻ്റെ അടിമകളാണ്. ഏതു പാപത്തിനാണ് ഈ നാളുകൾ വരെ നമ്മളെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതാ പിശാച് പോകാത്ത. ഈ അടിമത്തം ഉപേക്ഷിക്കണം. പിശാച് പോകാനുള്ള ഒറ്റ വഴി ഇത്രയേ ഉള്ളൂ: പാപത്തെ പാപമായി കാണാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടോ, പിശാച് നമ്മളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പാടെ തോറ്റു പോകണമെങ്കിൽ പാപത്തെ പാപമായി തന്നെ കാണുക, പാപത്തെ താലോലിക്കാതെ ഇരിക്കുക. കുഞ്ഞ് പാപമാണേലും അത് സാരമില്ല, കുഴപ്പമില്ല, താലോലിക്കുന്ന അവസ്ഥ പാടില്ല. പാപത്തെ പാപമായി കാണുക. ഇച്ചിരിച്ചേ കുടിക്കുന്നുള്ളൂ, അത് പാപം തന്നെയാ. ഞാൻ ഇച്ചിരിച്ചേ കുറ്റേ പറയുന്നുള്ളൂ, പാപം തന്നെയാ. ഞാൻ ഇച്ചിരിച്ചേ ഇല്ലാവചനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പാപം തന്നെയാ. ഞാൻ കുറച്ച് ജഡിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, പാപം പാപമായി തന്നെ കാണുക. പാപത്തെ താലോലിക്കാതെ ഇരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത്, പാപത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കുക. പാപത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കുക. പിന്നെ പാപത്തെ ദൈവത്തോട് ചേർന്ന് എതിർക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഒന്നല്ലെങ്കിൽ 10 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് പറ്റും. പാപത്തെ ദൈവത്തോട് ചേർന്ന് വചനം കൊണ്ട് എതിർക്കാൻ തുടങ്ങുക. പാപത്തെ ചെറുതായിക്കോട്ടെ വലുതാകട്ടെ ഇടത്തരമായിക്കോട്ടെ, പാപം പാപമായി തന്നെ കാണുക. പാപത്തെ ഒരിക്കലും കുഴപ്പമില്ല, സാരമില്ല, ഇന്നത്തെ ലോകം അങ്ങനെയല്ലേ, താലോലിക്കാതിരിക്കുക. പാപത്തെ വെറുക്കുക. ഹല്ലേലൂയ. അപ്പോൾ പിശാച് നമ്മളിൽ പോകും. അതാണ് വിശുദ്ധ ഗ്രന്ഥം: നിങ്ങൾ ആർക്കും നിങ്ങളെ തന്നെ സമർപ്പിക്കരുത്. പാപത്തിന്, തിന്മയ്ക്ക്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, വേണ്ടാതിനും കാണാൻ, വേണ്ടാതിനും കേൾക്കാൻ, വേണ്ടാതിനും അയക്കാൻ, ഒന്നിനും നമ്മളെ തന്നെ കൊടുക്കാതിരിക്കുക. അപ്പോൾ ദൈവം നമ്മളിൽ വന്ന് നിറയും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പണ്ടൊക്കെ നമുക്കറിയാം, ഒത്തിരി പൈസയൊക്കെ ഉള്ളവർ, സ്വർണം വീട്ടിലിരിക്കുന്നവരൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി ലോക്കറിനകത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഒത്തിരി സ്വർണം വീട്ടിലുള്ളവരോട് അറിവുള്ളവർ പറയും, വീട്ടിൽ വെക്കേണ്ടത്, വീട്ടിൽ വെച്ചാൽ നിങ്ങൾക്കത് ടെൻഷനായിരിക്കും, അത് കള്ളം കൊണ്ടുപോകും, അതുകൊണ്ട് ലോക്കറി കൊണ്ടുവെക്കും. ലോക്കറി കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് സേഫാണ്, അതവിടെ സേഫാണ് എന്ന്. ഇതെന്ത് ചെറിയ കാര്യങ്ങളിൽ നമ്മളെ സൂചിപ്പിക്കുന്നതറിയോ? നമുക്ക് തന്നെ കഴിവില്ല നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ. കാരണം നമ്മളൊരു കുഞ്ഞ് പ്രശ്നം വന്നാൽ, ഒരു കുഞ്ഞ് പ്രലോഭനം വന്നാൽ അതിൽ വീണു പോകുന്നവരാണ്. ഒരു ചെറിയ ഒരു കൂട്ടുകാരൻ വിളിച്ചു, അല്ലെങ്കിൽ ഇന്ന പോലെ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് വീണു പോകുന്നവരാ. പൈസ ഉള്ള ആളുകൾ, സ്വർണ്ണം ഉള്ള ആളുകൾ ലോക്കറിൽ കൊണ്ടുപോയി അതിനെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത് പോലെ ദിനം പ്രതി, ശ്രദ്ധിച്ച്, ദിനം പ്രതി നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ തിന്മ നമ്മളെ കടന്നാക്രമിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ചെയ്താലേ പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. ഇനി ഒരു കാര്യം കേൾക്കുകയാണ്. 6-ാം അധ്യായം 19-ാമത്തെ വാക്യം: ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചു. അതാണ് പിശാച് കയറാനുള്ള വഴി. പിശാചിൻ്റെ വഴി ഏതാണ്? ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഏതൊക്കെയോ പാപത്തിന് കൊടുത്തു, അത് പിശാചിനുള്ളൊരു വഴിയായി പിശാച് അതിലൂടെ കയറിപ്പറ്റിയിരിക്കുന്നേ. ഹല്ലേലൂയ. വചനം കേട്ട് 19: ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും സമർപ്പിച്ചു, ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ തിന്മയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴെല്ലാം നമ്മൾ പാപത്തിൻ്റെ, പിശാചിൻ്റെ അടിമകൾ. ഈ പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ തകർക്കും. എല്ലാം പിശാചല്ല, എന്നാൽ പിശാച് നിസ്സാരക്കാരനുമല്ല. ഹല്ലേലൂയ. പിശാച് നമ്മളിലൂടെ തന്നെ ശ്രമിക്കുന്നത് നമ്മളെ തകർക്കുക, നമ്മുടെ കുടുംബത്തെ തകർക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളിൽ ഈ ഭയങ്കരമായി
തെറി പറയണ സ്വഭാവമുണ്ട്. തെറി പറയണ സ്വഭാവം. ഈ വ്യക്തി ജനിച്ചപ്പോഴേ തെറി പറയണ ആളല്ല, ഇതെപ്പോഴോ കടന്നുകൂടിയ സ്വഭാവമാണ്. ഈ വ്യക്തിയെ പ്രാർത്ഥിച്ചു നോക്കിക്കോ. ഈ തരത്തിൽ മോശവാക്കുകൾ പറയാൻ കാരണമായി ഇരിക്കുന്ന ഒരു തിന്മയുടെ ദുരാത്മാവുള്ളത് കൊണ്ടാണ് ഈ ഭാഷ ഇങ്ങനെ മോശവാക്കുകൾ വായിലൂടെ വരുന്നത്. ഏതാത്മാവാണോ ആ വ്യക്തിയിൽ ഭരിക്കുന്നത്, ആ വ്യക്തി ആ സ്വരം പുറപ്പെടുവിക്കും. ആ സ്വരം ആ വ്യക്തിയിലൂടെ വരും. നോക്കിക്കേ, നിങ്ങൾ പാപത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ പാപത്തിൻ്റെ ആത്മാവ് നിങ്ങൾ തെറിയായി, കുറ്റമായി, വഴക്കായി, ബഹളമായി, സംശയമായി, അടി എന്നും ഈ പ്രശ്നം, ഈ തിന്മയെ നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് പരിപൂർണമായി പണം ലോക്കറിൽ വയ്ക്കുന്നത് പോലെ സേഫ് ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനി വളരെ ഈ കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകാത്തത്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഈ വചനം നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിക്കാം. എഫേസുസ് ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട്. എഫേസുസ് 6:11. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്താണ് ദൈവത്തിൻ്റെ ആയുധം? ശ്രദ്ധിച്ച്, ഈ ആയുധം നമ്മുടെ കയ്യിൽ പലരുടെ കയ്യിലും ഇല്ല. ഒന്നും കൂടെ വചനം കേട്ട്. ഇതില്ലാത്തത് കൊണ്ടാണ്, ഈ ആയുധം ഇല്ലാത്തത് കൊണ്ടാണ് പിശാച് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എന്തില്ലാത്തത് കൊണ്ട്? സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ ആയുധം നമ്മുടെ കയ്യിലില്ല. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ ആയുധം? ഇവിടെ നിന്ന് ഈ 1:30 വരെ ഹല്ലേലൂയ പറഞ്ഞു പ്രാർത്ഥിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവവചനം ആയുധമായി കയ്യിൽ വേണം. ആയുധം പോലെ പ്രാർത്ഥന വേണം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, പ്രാർത്ഥന നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആയുധമാണ്. ഈ ആയുധം കയ്യിൽ വേണം. ദൈവവചനത്തിൻ്റെ ആയുധം കയ്യിൽ വേണം. എന്നാലേ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, ആരും വിശ്വസിക്കാൻ പറ്റുന്ന ലോകമല്ല. ഒരുപാട് പേർക്ക് പൈസ കൈയഴിച്ചു കൊടുത്തിട്ട് പലരും അക്കടി പറ്റി കിടക്കുക. ഒത്തിരി പേര് പൈസ ഇന്ന് തരാമെന്ന് പറഞ്ഞ് മേടിച്ച നാളെ തരാം, ഒരു മാസം കഴിഞ്ഞ് തരാം, മാസം 10 എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടില്ല. പലരെയും ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പലരും വലിയ കുഴിയിലാണ്. പലരും അക്കടി പറ്റി കുഴി വീഴാനുള്ള കാരണം ദൈവത്തിൻ്റെ ആയുധം കയ്യിലില്ല. അതുകൊണ്ടാണ് ഈ തകർച്ച വന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ, ശ്രദ്ധിച്ചു കേട്ടെ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പടവെട്ടുക എന്ന വാക്കാണ്. നമ്മുടെ കയ്യിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവവചനത്തിൻ്റെ ആയുധങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ കയറിക്കൂടിയ, കുടുംബത്തെ തകർക്കുന്ന എല്ലാ തിന്മകളും വന്നേക്കാ സ്പീഡിൽ ഇറങ്ങിപ്പോകും ദൈവവചനം വന്ന് നിറയുമ്പോൾ. ഹല്ലേലൂയ. അതാണ് ലൂക്കാസ് വിശേഷിച്ച് കണ്ടത്. ഈശോ വചനം പറഞ്ഞപ്പോൾ പിശാച് അവനെ പ്രലോഭനങ്ങൾ നിർത്തിയിട്ട് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി, ഇറങ്ങിപ്പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. അടുത്ത വചനം ഇതാണ്, 13-ാമത്തെ വചനം. അതിനാൽ നമ്മളോട് ദൈവം വ്യക്തിപരമായിട്ട് പറയുവാണെന്ന് കൂട്ടി നോക്കിക്കേ. എഫേസുസ് ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വ്യക്തിപരമായി ഓരോരുത്തരോടും പറയുന്നൊരു കാര്യമായിട്ട് കേട്ടെ. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കും. പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അക്കടി പറ്റില്ല, ചതിവ് പറ്റില്ല, നിങ്ങളെ തകർക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആയുധമുള്ളവനെ തകർക്കാൻ കഴിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് തിന്മ വിട്ടുപോകാത്തതിൻ്റെ ഒരു കാരണം ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുന്ന പോലെയാണ്.
അത് വീണാലും അതേ പറ്റി പിടിക്കാത്തതുപോലെ അത് ഒരു ഗുളിക പോലെ ഉരുണ്ടങ്ങ് പോകുന്നത് പോലെ നമ്മൾ ദൈവവചനം കേട്ടിട്ട് അതങ്ങനെ മുകളിൽ മാത്രമേ നമ്മളെ പറ്റുന്നുള്ളൂ, നമ്മളിൽ അത് പതിയുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നല്ലൊരു ഇടിമിന്നൽ ഉണ്ടായാൽ പോലും പേടിച്ചകത്ത് കയറുന്ന മനുഷ്യരാണ്. ഇപ്പോൾ വലിയൊരു കാറ്റുണ്ടായി, എത്രയോ പേരുടെ ജീവൻ അപകടത്തിൽപ്പെട്ടു. ഇത് നമുക്കെന്താ പാഠം? നമുക്കിവിടെ കാറ്റുണ്ടായില്ലല്ലോ, പ്രശ്നമെല്ലാം ഒഴിവായല്ലോ, നമ്മൾ ഓർക്കും. എന്നാൽ ഇത് നോക്കിക്കേ, മനുഷ്യൻ എത്ര പണം ഉള്ളവനാണേലും ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഒന്നുമില്ല. ഒരു കാറ്റ് വീശിയാൽ തീർന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തീരാവുന്നതുള്ളൂ ഈ ഭൂമിയിലുള്ളത്. ഒന്ന് കുലുങ്ങിയ തകടം മറിഞ്ഞ് വീഴുന്ന കെട്ടിടമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാര്യം എത്ര അടിസ്ഥാനം ഇട്ട് വലിയ വാനം മാന്തി ഉണ്ടാക്കിയതാണേലും ഒരു ഭാഗം ഒന്ന് അനങ്ങിയാൽ ഇതെല്ലാം വിണ്ടുകീറി തകടം പൊടിഞ്ഞ് ഇത്രയേ ഉള്ളൂ. മനുഷ്യനുണ്ടാക്കിയതിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പല സ്ഥലത്തും ദൈവം ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ജോയി ചേട്ടൻ പറഞ്ഞ് ക്ലാസ് എടുത്ത പോലെ തന്നെ നമ്മളെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രതീക്ഷിക്കുക. ദൈവം എന്തിനാ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതെന്നറിയോ? ദൈവം ഇപ്പോൾ വട്ടത്തുപോലെ ഇവിടെ വരുന്നു, ഇവിടെ അനുഗ്രഹങ്ങളുണ്ടാകുന്നു, സാക്ഷ്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നാൽ തീരുമെന്ന് മാത്രമല്ല അതിൻ്റെ ഉത്തരം. ഇത് ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ഓരോരുത്തരിലൂടെയും കാണിക്കുന്നത്. ഞാൻ ഇനിയും മാറാനുണ്ട്, എനിക്കിനിയും മാനസാന്തരം വരാനുണ്ടെന്ന് ദൈവം പഠിപ്പിക്കുക. ദൈവം അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും വലുതായി കാണുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ്. സ്നാപക യോഹന്നാൻ മാഗ്ദാന വന്നപ്പോൾ തന്നെ പറഞ്ഞു, അവൻ വരുന്നത് പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനം, മാനസാന്തരം പ്രഘോഷിച്ചുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, നമ്മൾ ഈ ലോകത്തിൻ്റെ അങ്ങ് പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ, ഇന്നലെ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എത്ര നാൾ ഈ ലോകം പോകുമെന്ന് തന്നെ അറിയത്തില്ല, അതുകൊണ്ട് വലിയ വലിയ കവുങ്ങ് റബ്ബറും ഒന്നും നടണ്ട, കപ്പയും ചേനയൊക്കെ നട്ടാൽ മതി, എപ്പോഴാണ് ലോകം തീരുന്നതെന്ന് അറിയത്തില്ല, ഇനി റബ്ബറൊക്കെ നട്ടാൽ അത്രയും നാൾ ഈ ലോകം പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ലെന്ന് ഒരാൾ തമാശയ്ക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ചേമ്പും കാച്ചിലും ഇഞ്ചിയൊക്കെ നടുന്നുള്ളൂ, അതാകുമ്പം ഒരു വർഷത്തിനുള്ളിൽ കിട്ടുമല്ലോ. 8 വർഷം 10 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ ഒരു പിടുത്തില്ല, കാലാവസ്ഥ നോർമലല്ല, കാറ്റ്, പലതരത്തിലുള്ള പ്രവചനങ്ങൾ, നമുക്ക് തന്നെ ഭയം തോന്നുന്ന ഒരവസ്ഥ ഉണ്ട് ഈ ലോകത്ത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എത്ര തിരക്ക് നിങ്ങൾക്ക് ഇത്രയും പേരോട് പറയട്ടെ, ജീവിതത്തിൽ 100,000 തിരക്കുള്ളവരായി നമ്മളെല്ലാവരും, ഒരിക്കലും തിരക്ക് തീരത്തില്ല. എന്നാലും ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം കളയരുത്. കാരണം ദൈവവചനം പാദങ്ങൾക്ക് വിളക്ക് പോലെയാണ്. ഏത് കൂരിരുട്ടത്തും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളെ സഹായിക്കില്ല. ഏത് കൂരിരുട്ടിപ്പെട്ടുപോലെ ആരും ഇല്ലാതായാലും ദൈവവചനം അവിടെ വിളക്ക് പോലെ വരും. ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ പാളിപ്പോയത് എവിടെയെന്നറിയോ? നമുക്ക് ഈ തിരക്ക് കാരണം ദൈവവചനം ഒന്നും അധികം വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പിള്ളേരെ വളർത്താനോ അവരെ ട്യൂഷന് വിടാനും പിന്നെ കാപ്പിയായി മുളകായി അത് ഉണക്കലായി നമ്മൾ ഈ തിരക്കിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോ മാല പോലെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നഷ്ടം പറ്റിയത്, നിങ്ങൾ ചെയ്യുന്ന അധ്വാനങ്ങൾ നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കാന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്ക് പോലെ ആയിരിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ലക്ഷങ്ങൾ നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കെന്നല്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം വിളക്കായിട്ട് നിൽക്കുമെന്നല്ല പറഞ്ഞത്. ദൈവവചനം വിളക്ക് പോലെ ആയിരിക്കും. അപ്പോൾ ദൈവവചനം, ഈ ലോകത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ള സമയം ഏതാണെന്നറിയോ? ദൈവവചനം കേൾക്കുന്ന സമയവും അത് ലഭിക്കുന്ന അവസരവുമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ടത് ദൈവവചനം നമ്മൾ നന്നായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കണം. പിശാച് വിട്ടുപോകും. പിശാച് നമ്മളിൽ നിന്ന് പോകണം. പിശാച് ശ്രമിക്കുന്നത് വ്യക്തികളെ തകർക്കുക, അതുവഴി കുടുംബം തകർക്കുക. നമ്മുടെ ശരീരത്തിനെ പാപത്തിന് അടിമകളായി കൊടുക്കരുത്. ഒരു നിമിഷം കണ്ണുകളടച്ചേ. ഇനി നമ്മൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്തേ. എന്താ ഇത്രയും ധ്യാനം കൂടി പിശാച് വിട്ടുപോകാത്തത്? ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ വീണ്ടും 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ശരീരത്തെ, എൻ്റെ കണ്ണിനെ, എൻ്റെ കാലിനെ, എൻ്റെ ചെവിയെ, എൻ്റെ ചിന്തയെ, എൻ്റെ ബുദ്ധിയെ, ആലോചനയെ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് പിശാച് വിട്ടുപോകാത്ത. ഒന്നും കൂടെ കേട്ട്, ധ്യാനം കൂടിയിട്ടും പിശാച് എന്നാ വിട്ടുപോകാത്തതെന്ന്. പിശാച് വിട്ടുപോകണമെങ്കിൽ എൻ്റെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കാതിരുന്നാൽ മതി. പിശാച് വിട്ടുപോകും. എൻ്റെ ജീവിതത്തെ പിശാചിന് വിട്ടുകൊടുക്കാതിരുന്നാൽ മതിയെന്ന്. നമ്മൾ ഇവിടുന്ന് ധ്യാനം കഴിയുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ നമ്മൾ ഉടനെ നമ്മുടെ കണ്ണിനെ വിട്ടുകൊടുക്കും, ചെവിയെ വിട്ടുകൊടുക്കും,
നമ്മുടെ കാലും കൈയും ശരീരവും മനസ്സും ആത്മാവും ആലോചനയും ചിന്തയും എല്ലാം പാപത്തിന് വിട്ടുകൊടുക്കുന്നോണ്ടാ അവൻ വീണ്ടും ശക്തിയോടെ കയറിക്കൂടുന്നേ. പാപത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കരുത്. അത് ചെയ്യാതിരുന്നാൽ തന്നെ പിശാച് നമ്മിൽ നിന്ന് പാടെ ഇറങ്ങി പോകും. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചില പൈശാചിക ശക്തികൾ വിട്ടു പോകാത്തതിൻ്റെ കാരണം എന്നാ? നമ്മുടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില തിന്മ വിട്ടു പോകാത്തതിന് കാരണം എന്നാ? ശരിക്കും നമ്മൾ നോക്കി, ദൈവത്തിൻ്റെ ആയുധം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആയുധമില്ല, പ്രാർത്ഥനയില്ല, ദൈവവചനമില്ല, ജീവിതമില്ല, കൂദാശകൾ അനുസരിച്ച് കുമ്പസാരമില്ല, കുർബാനയില്ല, ആയുധങ്ങളില്ല. ആയുധങ്ങളില്ലാത്തവനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ദൈവവചനം, എഫേസുസ് ലേഖനം 6 വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ആയുധങ്ങൾ വേണം. നമ്മുടെ മക്കളിൽ ദൈവവചനത്തിൻ്റെ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ആയുധങ്ങളെ കൊടുക്കണം. ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനുള്ള കാലഘട്ടമാണ്. ദൈവവചനം എടുക്കണം, പ്രാർത്ഥന എടുക്കണം, ദൈവവചനം സ്വീകരിക്കണം. അപ്പോൾ ഒരു പിശാചിനും നമ്മിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നമ്മുടെ ജീവിതമാണ് സമർപ്പിക്കേണ്ടത്. ഒരുപാട് പൈസയുള്ള ആളുകൾ പണം കൊണ്ടുപോയി ലോക്കറിനകത്ത് വയ്ക്കും. സ്വർണ്ണമുള്ള ആളുകൾ ലോക്കറിൽ വെച്ച് പൂട്ടും. എന്തിനാണെന്നറിയോ? സേഫായിട്ട് വെക്കാനാ. നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ പേടിച്ച് കിടന്നുറങ്ങേണ്ടി വരും. നമുക്കതിലുള്ള ധൈര്യമില്ല, എപ്പോഴാണ് കള്ളം വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അതുപോലെ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ദിനം പ്രതി കൊടുക്കണം. ദിനം പ്രതി. കാരണം നമ്മൾ അങ്ങനെയുള്ള ലോകത്തിലാണ്. അങ്ങോട്ട് തിരിഞ്ഞാൽ മോശം, ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലായിടത്തും പാപങ്ങൾ ഒളിഞ്ഞും പാത്തുമിരിക്കുന്ന ലോകമാണ്. വിശുദ്ധി അല്ല ലോകം മുഴുവൻ, തിന്മയും പാപം അശുദ്ധിയൊക്കെ ലോകത്തിൽ കുത്തി നിറച്ചുണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ദൈവത്തിൻ്റെ ആയുധം വേണം, പ്രാർത്ഥന വേണം. അടുത്തത്, പാപത്തെ ചെറുതാണേലും പാപമായി കാണുക, പാപത്തെ താലോലിക്കാതെ ഇരിക്കുക, പാപത്തെ ദൈവത്തോട് ചേർന്ന് എതിർക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിതാ ഈ സമയം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനും ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കാനും പോവുകയാണ്. ഈ സമയത്ത് എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും ജെറമിയ 20:11 വചനത്തിൻ്റെ അധികാരത്തിൽ നമ്മളിൽ നിന്ന് പാടെ നീങ്ങിപ്പോകും. ഞാനിപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ കണ്ണിനെ, എൻ്റെ ആലോചനയെ ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുകയാണ്, ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പാപത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് ചിന്തയെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് കണ്ണുകളെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് ബുദ്ധിയെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് കൈയെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് കാലിനെ വിട്ടുകൊടുക്കരുത്, പാപത്തിന് ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കാതിരിക്കുമ്പോൾ തിന്മയ്ക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതോടൊപ്പം ശ്രദ്ധിച്ച്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ തരത്തിൽ നുഴഞ്ഞു കയറിയ പിശാച് ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ഇറങ്ങും. കാരണം പിശാച് തോൽക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലാണ്. വചനം, ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശമാണ്. നിങ്ങൾ ദുഃഖിതരാണോ? നിങ്ങൾ കടബാധ്യതയിലാണോ? രോഗങ്ങളാണോ? കുടുംബ സമാധാനമില്ലേ? വചനത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. യേശു ക്രിസ്തുവിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. ദൈവവചനം വലിയ തകർച്ചയിലുള്ള അനേകരെ സഹായിച്ചിട്ടുണ്ടല്ലോ. ദൈവവചനം എത്രയോ തകർന്നവരെ രക്ഷിച്ചു. ദൈവവചനത്തിന് നിങ്ങളെ രക്ഷിക്കാൻ, സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ. 2 കരങ്ങളും എളിമയോടെ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഉയർന്ന സ്വരത്തിൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടശക്തികളെ ശാസിച്ച് പൈശാചിക ബന്ധനങ്ങളെ വിടുവിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ യേശുവിലേക്ക് കൊടുത്ത് സ്തുതിക്കുന്നു. ജെറമിയ 20:11 വചനത്തിൽ അധികാരത്തിൽ ദുഷ്ടശക്തികളെ, പൈശാചിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന
ഹല്ലേലൂയ. ശക്തി നിറയട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ശക്തിയോടെ വ്യാപരിക്കട്ടെ. മാവ് നിറയട്ടെ. ബലം പ്രാപിക്കട്ടെ. ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. 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 ആരാധന. ആരാധന. ദൈവശക്തി അഭിഷേകം നിറയട്ടെ. നിറയട്ടെ. തിന്മകളുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ദൈവശക്തി നിറയട്ടെ. കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അധികാരത്തിൽ പ്രാർത്ഥിക്കും. വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവവചന അഭിഷേകം നിറച്ച് പ്രാർത്ഥിക്കുന്നു. സക്രിയ 9:8 വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. യെരമ്യ 20:11 വചനത്തിലെ വചനം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 52 വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ആരാധന. ശക്തിയോടെ കരങ്ങളടിച്ച് ചേർന്ന് ഒരു അഭിഷേകത്തിനായി വിടുതലിനായി ആഗ്രഹിച്ചു പാടാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം പാടാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പാപശക്തികൾ യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ദൈവവചനത്തിന്റെ ശക്തി നിറയട്ടെ. വിടുതൽ. ചേർന്ന് പാടുന്നു. ബന്ധനമഴിയട്ടെ. നാമത്തിൽ പൊട്ടട്ടെ. വചനശക്തിയിൽ ബന്ധനമഴിയട്ടെ. ദൈവവചനത്തിൽ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. യേശുനാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പാടുകയാണ്. ഈശോയേ, 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 ഈശോയേ. പാടാം. ഈശോയേ, 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 ഈശോയേ. നാമത്തിൽ ബന്ധനങ്ങളും ശക്തികളും മാറട്ടെ. ഈശോയേ, 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 ഈശോയേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. കരങ്ങൾ ഉയർത്തി. ഈശോയേ, 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 ഈശോയേ. തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാരത്തിന്റെ ശക്തികള് മാറട്ടെ. ആരാധന. ആരാധന. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഈശോയേ, 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 ഈശോയേ. വ്യക്തികളിലേക്ക് അഭിഷേകം, നിറവ് എല്ലാം ലഭിക്കട്ടെ. ഹല്ലേലൂയ. 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 നാമത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. 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 ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ.